മാന്യസദസ്സിന് വന്ദനം. പ്രസംഗത്തിന്റെ തുടക്കത്തിന് കൊട്ടേഷനുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ പാഠം. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത് പോലെ നമുക്ക് ഒരു ദേശീയ വിദ്യാഭ്യാസ ദിനവും ഉണ്ട്. അത് നവംബർ 11 ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഒരു പതിറ്റാണ്ടിലേറെ ജയിൽവാസം അനുഭവിച്ച കവിയും പണ്ഡിതനുമായിരുന്ന അബ്ദുൽ കലാം ആസാദ് ഒരിക്കൽ പറഞ്ഞു, കുത്തബ് മീനാറിലൂടെ ഒരു മാലാഖ ഇറങ്ങി വന്ന് ഹിന്ദു മുസ്ലിം മൈത്രി മാറ്റിവെച്ചാൽ ഉടൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകും എന്ന് വിളംബരം ചെയ്താൽ ഞാൻ പറയും, സ്വരാജ്യം വേണ്ട, ഹിന്ദു മുസ്ലിം മൈത്രി മതിയെന്ന്. സ്വരാജ്യം നഷ്ടമായാൽ ആ നഷ്ടം ഇന്ത്യയുടേത് മാത്രമായിരിക്കും. എന്നാൽ സമുദായ മൈത്രി നഷ്ടമായാൽ അതിന്റെ ഹാനി മാനവരാശിക്ക് മുഴുവനായിരിക്കും. ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ ഏത് പ്രസംഗ ആരംഭത്തെയാണ് ആകർഷകമാക്കാത്തത്? തെരുവിൽ ചിതറിക്കിടക്കുന്ന ഈ രക്തത്തുള്ളികൾ നോക്കുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും സിഖുകാരനെയും പാഴ്സിയെയും വേർതിരിച്ചറിയാൻ കഴിയുക? എഴുത്തുകാരനായ യശ്പാലിന്റെ നിറം പിടിപ്പിച്ച നുണകൾ എന്ന പുസ്തകത്തിലെ ഈ വാചകം ദേശീയതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതമൈത്രിയെക്കുറിച്ചും സംസാരിക്കുന്നിടത്തെല്ലാം ശ്രോതാക്കളെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഉദ്ധരണി പറഞ്ഞുകൊണ്ട് എത്രയെത്ര പ്രഭാഷണങ്ങൾ തുടങ്ങാനാവും. വിമർശനങ്ങളെ ഉൾക്കൊള്ളാനാവാതെ എന്തിനോടും ഏതിനോടും അസഹിഷ്ണുത നാടിന്റെ പര്യായമായി മാറുന്ന ഇക്കാലത്ത് പറയാൻ പറ്റിയ ഒരു ഉദ്ധരണിയാണ് ഫ്രഞ്ച് ചിന്തകനായിരുന്ന വോൾട്ടയറുടെ വാക്കുകൾ. എന്റെ അഭിപ്രായത്തെ എതിർക്കാനുള്ള നിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ എൻ്റെ ജീവൻ നൽകി സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അരകല്ലിൽ നിന്ന് മിക്സിയിലേക്കും അലക്കുകല്ലിൽ നിന്ന് വാഷിംഗ് മെഷീനിലേക്കും കുമ്പിളപ്പത്തിൽ നിന്ന് കുഴിമന്തിയിലേക്കും ഉപ്പും മുളകുമിട്ട സംഭാരത്തിൽ നിന്ന് സർവസംഹാരിയായ കോളകളിലേക്കുമുള്ള മാറ്റം എന്നുള്ള ഒരു തുടക്കം കേട്ടാൽ ഏത് ശ്രോതാവും നിങ്ങളുടെ വാക്കുകളിലേക്ക് ഒന്ന് കാതോർക്കും. ഇതാണ് വേറിട്ടതും പുതുമ നിറഞ്ഞതുമായ ഉദ്ധരണികളുടെ മാന്ത്രികത. അമേരിക്കയിലെ പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന അംബ്രോസ് ബിയേഴ്സിന്റെ ഈ വാക്കുകൾ ഉദ്ധരണികൾ പ്രയോഗിക്കുന്നവർ പ്രത്യേകം ഓർത്തുവെക്കണം. മറ്റൊരാളുടെ വാക്കുകൾ തെറ്റായി ആവർത്തിക്കുന്ന പ്രവൃത്തി എന്നാണ് അദ്ദേഹം ഉദ്ധരണികളെ കുറിച്ച് പറയുന്നത്. ഉദ്ധരണികൾ പറയുമ്പോൾ ആധികാരികത അത്യാവശ്യമാണ്. ഉദ്ധരണികൾ മാത്രം സമ്പാദിക്കാനാവുന്ന അനവധി പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. എന്നാൽ അതിൽ നിന്നുള്ളവ പ്രയോഗിക്കുമ്പോൾ കൂടുതൽ പരിശോധിച്ച് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. ഉദ്ധരണികൾ തെറ്റാതെ പറയുക എന്നതും ആളുമാറി പ്രയോഗിക്കുക എന്നതും പ്രസംഗകന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടമുണ്ടാക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത പാഠവുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.